ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ISROയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗിനും സിമിലർ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ അത് യൂസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈപ്പ് ഓഫ് ബോണ്ട് ഇൻ എ ബ്രിക്ക് മെഷീനറി കണ്ടെയ്നിങ് ആൾട്ടർനേറ്റ് കോഴ്സ് ഓഫ് സ്ട്രെച്ചർ. ആൾട്ടർനേറ്റ് കോഴ്സ് ഓഫ് സ്ട്രെച്ചറിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഫ്ലെമിഷ് ബോണ്ട് ആണോ, ഇംഗ്ലീഷ് ബോണ്ട് ആണോ, സ്ട്രെച്ചർ ബോണ്ട് ആണോ, ഹെഡർ ബോണ്ട്? സോ ആൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് സ്ട്രെച്ചർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആൾട്ടർനേറ്റ് കോഴ്സസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ബോണ്ടാണ്. ഓക്കെ, അതേപോലെ സെയിം കോഴ്സിൽ ആൾട്ടർനേറ്റ് സ്ട്രെച്ചർ ആൻഡ് ഹെഡർ ആയിരുന്നെങ്കിൽ നമ്മുടെ ഫ്ലെമിഷ് ബോണ്ട്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുമ്പോൾ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിറ്റെയിൻഡ് ബൈ ദ സബ്സോയിൽ അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി ഈസ് നോൺ ആസ് ഈൽഡ് ആണോ, പൊറോസിറ്റി ആണോ, സ്പെസിഫിക് ഈൽഡ് ആണോ, സ്പെസിഫിക് റിട്ടൻഷൻ ആണോ? ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിറ്റെയിൻഡ് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി, അതിനെ നമ്മൾ പറയുന്നത് സ്പെസിഫിക് റിട്ടൻഷൻ ആണ്. ഓക്കെ, സോ എമൗണ്ട് ഓഫ് വാട്ടർ റിറ്റെയിൻഡ് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി, അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സ്പെസിഫിക് റിട്ടൻഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Soil has a bulk density 2.3 gram per centimeter cube, water content 15% and dry density of soil sample is എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ബേസിക് ആയിട്ട് ഫോർമുല ഡ്രൈ ഡെൻസിറ്റി ബൈ ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്ന ഫോർമുല എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/1 പ്ലസ് വാട്ടർ കണ്ടന്റ്. ഓക്കെ, 1/1 പ്ലസ് വാട്ടർ കണ്ടന്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബൾക്ക് ഡെൻസിറ്റി അറിയാം. ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡ്രൈ ഡെൻസിറ്റി ഫോർമുല എന്ന് പറയുമ്പോൾ ബൾക്ക് ഡെൻസിറ്റി ബൈ 1 പ്ലസ് വാട്ടർ കണ്ടൻറ്റ് അല്ലേ? സോ ഇന്ന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ബൾക്ക് എന്ന് പറയുമ്പോൾ 2.3, ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ 1 പ്ലസ് 0.15, അപ്പോൾ 1.15. സോ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2.3 ഡിവൈഡഡ് ബൈ 1.15, 2 ആണ് കറക്റ്റ് ആൻസർ. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The seepage exit gradient in a soil is the ratio of total head to the total length of the seepage, flow line to slope, head upstream to that of downstream, head loss to the length of the seepage. ഓക്കെ, നമ്മുടെ എക്സിറ്റ് ഗ്രേഡിയൻറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സീപ്പേജ് എക്സിറ്റ് ഗ്രേഡിയൻറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഹെഡ് ലോസ് ടു ദ റേഷ്യോ ലെങ്ത് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഹെഡ് ലോസ് ടു ലെങ്ത് ഓഫ് ദ സീപ്പേജ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ദ ഫെററ്റിക് ലൈൻ ഈസ് ഡിഫൈൻഡ് ആസ് ലൈൻ വിത്തിൻ എ ഡാം ബിലോ വിച്ച് ദെയർ ആർ പോസിറ്റീവ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ, പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, നെഗറ്റീവ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ. ഓക്കെ, ഫെററ്റിക് ലൈനിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഡാമിൻ്റെ കേസിൽ നമ്മൾ ഫെററ്റിക് ലൈൻ എന്ന് പറയുമ്പോൾ ഏതാണ്? ഓക്കെ, നമ്മൾ വാട്ടറിൻ്റെ നമുക്ക് ബ്ലൂ വെച്ച് വരയ്ക്കാം. സോ നമ്മുടെ ടോപ്പ് മോസ്റ്റ് ആ ഒരു പ്രൊഫൈലിന് ടോപ്പോസ്റ്റ് ലൈനിനെയാണ് നമ്മൾ ഫെററ്റിക് ലൈൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഫെററ്റിക് ലൈൻ. ഇതിൻ്റെ മേളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെററ്റിക് ലൈനിൻ്റെ മേളിൽ അല്ലെങ്കിൽ ഫെററ്റിക് ലൈൻ ആ ലൈൻ ഓൺ പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഫെററ്റിക് ലൈനിൽ അല്ലെങ്കിൽ ഫെററ്റിക് ലൈനിൻ്റെ മേളിൽ നമ്മുടെ പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഓക്കെ, ഫെററ്റിക് ലൈനിൻ്റെ മേളിൽ അല്ലെങ്കിൽ ലൈനിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. അതേപോലെ നമുക്ക് കാണാൻ പറ്റും ഫെററ്റിക് ലൈനിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? വാട്ടർ ആയിരിക്കും അല്ലേ? അപ്പോൾ വാട്ടർ ആകുമ്പോൾ ഏത് പ്രഷർ ആയിരിക്കും? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആയിരിക്കും. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഒബ്വിയസ്ലി പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആയിരിക്കും. ഓക്കെ, സോ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സാച്ചുറേറ്റഡ് സോയിൽ സാമ്പിൾ ഹാസ് വാട്ടർ കണ്ടന്റ് 40%. ഓക്കെ, സാച്ചുറേറ്റഡ് സോയിൽ സാമ്പിൾ ആണ്, വാട്ടർ കണ്ടന്റ് 40% ആണ്. ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ പാർട്ടിക്കൽ ഈസ് 2.7. ദ വോയിഡ് റേഷ്യോ ഓഫ് ദ സോയിൽ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കൊരു ഇതിൽ നമുക്ക് ഫോർമുല ജനറലി യൂസ് ചെയ്യണം. ഫോർമുല എന്ന് പറയുമ്പോൾ സേവാഗിനെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമ്മുടെ ക്രിക്കറ്റ് പ്ലെയർ ആണ്. ഓക്കെ, സേവാഗ് എന്നെ ഓർത്താൽ മതി, നമ്മുടെ ജിയോ ടെക്നിക്കലിൽ യൂസ് ആകും സേവാഗ്. ഓക്കെ, സോ സേവാഗ് അങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് ഈ ഫോർമുല കുറേ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഫോർമുലയിൽ തന്നെ സോൾവ് ആകാറുണ്ട്. ഓക്കെ, സേവാഗിനെ ഓർത്താൽ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാച്ചുറേറ്റഡ് ആണ്, അപ്പോൾ 1 ആണ്. ഈ വോയിഡ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം. ജി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.7. ഓക്കെ, 2.7 ഇൻറ്റു എന്താണ്?
0.4, വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 0.4 ആണ്. അപ്പോൾ അതിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1.08. ഓക്കെ, ഓക്കെ 1.08. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Separation of coarse aggregate from mortar during transportation. So separation of coarse aggregate from mortar during transportation ചെയ്യുമ്പോൾ coarse aggregate സെപ്പറേറ്റ് ആവുകയാണ് മോട്ടറിൽ നിന്ന്. അപ്പോൾ അതിനെ നമ്മൾ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലീഡിംഗ് ആണോ, ക്രീപ്പിംഗ് ആണോ, സെഗ്രിഗേഷൻ ആണോ, ഷ്രിങ്കേജ് ആണോ? ഓക്കെ, കോഴ്സ് അഗ്രിഗേറ്റ് സെപ്പറേറ്റ് ആകുവാണെങ്കിൽ ഫ്രം കോൺക്രീറ്റ് അല്ലെങ്കിൽ മോട്ടർ, അതിനെ നമ്മൾ പറയുന്നത് സെഗ്രിഗേഷൻ ആണ്. ഓക്കെ, കോഴ്സ് അഗ്രിഗേറ്റ് സെപ്പറേറ്റ് ആവുകയാണെങ്കിൽ സെഗ്രിഗേഷൻ. അതേപോലെ സിമെൻറ്റ് സ്ലറി വിത്ത് വാട്ടർ സെപ്പറേറ്റ് ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ബ്ലീഡിംഗ് എന്നാണ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനിലെ ആൻസർ എന്ന് പറഞ്ഞാൽ സെഗ്രിഗേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The high strength of rapid hardening cement at early stages due to high strength of rapid hardening cement എന്തുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്? അഡീഷൻ ഓഫ് ജിപ്സം ആണോ, ബേണിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആണോ, ഹൈ കണ്ടന്റ് ഓഫ് ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ് ആണോ, റെഡ്യൂസ്ഡ് ലൈം സിമെൻറ്റ് ആണോ? ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, സോ ഹൈ സ്ട്രെങ്ത്, നമ്മൾ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിൽ ഹൈ സ്ട്രെങ്ത് കിട്ടുന്നത് ഏതാണ്? നമുക്ക് ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ്. 3 ഫാക്ടർ ഉണ്ട്. ഓക്കെ, ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ് കാരണമാണ് നമുക്ക് ഹൈ സ്ട്രെങ്ത് അഡോപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫൈൻനെസ്. നമ്മുടെ പാർട്ടിക്കൽ എത്ര ഫൈൻ ആണോ അപ്പോഴും നമുക്ക് എർലി സ്ട്രെങ്ത് അല്ലെങ്കിൽ ഹൈ സ്ട്രെങ്ത് അല്ലെങ്കിൽ എർലി സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഫൈൻനെസ് കാരണം എത്ര ഫൈനാണോ അത്ര എർലി സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ തേർഡ് എന്ന് പറഞ്ഞാൽ ബേണിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചറിലും നമ്മുടെ ഫാക്ടറായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ബേണിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ മോസ്റ്റ് പ്രിസൈസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ട്രൈക്കാൽഷ്യം സിലിക്കേറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ അതിനാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇൻ കേസ് ഇതിൽ ബോത്ത് ബി ആൻഡ് സി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ രണ്ടിനും ടിക്ക് ചെയ്തേനെ. ഓക്കെ, രണ്ടും ശരിയാണ്, ബട്ട് നമ്മുടെ മോസ്റ്റ് പ്രിസൈസ് എന്ന് പറഞ്ഞാൽ സി ആണ്, ഹൈ കണ്ടന്റ് ഓഫ് ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അപ്പോൺ മിക്സിംഗ് വാട്ടർ ടു ദ concrete ingredient, hydration takes place. The correct sequence of stage of hydration process. Correct sequence of hydration process എന്താണ് പറയുന്നത്? hardening or setting loss, hardening, setting. തേർഡ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് വർക്കബിലിറ്റി. അതേപോലെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് വർക്കബിലിറ്റി ആദ്യമാകും, പിന്നെ സെറ്റിംഗ്, പിന്നെ ഹാർഡനിങ്. തേർഡ് എന്ന് പറഞ്ഞാൽ സെറ്റിംഗ് ആദ്യമാകും, ലോസ് ഓഫ് വർക്കബിലിറ്റി പിന്നെ ആകും, പിന്നെ ഹാർഡനിങ് ആകും. ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഹാർഡനിങ് ആദ്യമാകും, പിന്നെ ലോസ് ഓഫ് വർക്കബിലിറ്റി, പിന്നെ സെറ്റിംഗ് ആകും. ഓക്കെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റിംഗ് ടൈം അറിയാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് സെറ്റിംഗ് ടൈം ബേസിക്കലി അറിയാം അല്ലേ? ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും അറിയാം, ഫൈനൽ സെറ്റിംഗ് ടൈമും അറിയാം അല്ലേ? ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും അറിയാം, നമുക്ക് ഫൈനൽ സെറ്റിംഗ് ടൈമും അറിയാം. അതിൻ്റെ മീനിങ്ങും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമെൻറ്റ് കണ്ടൻറ്റ് പ്ലാസ്റ്റിസിറ്റി ലൂസ് ചെയ്യുന്ന ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിനെയാണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാസ്റ്റിസിറ്റി ലോസ് ചെയ്യുന്ന സ്റ്റേജിന് ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിസിറ്റി ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയും. ഓക്കെ, അപ്പോൾ പ്രോപ്പർലി സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിസിറ്റി ഫുള്ളി ലോസ് ആകും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി സെറ്റിംഗ് ആണെന്ന്. ഓക്കെ, പിന്നെ സെക്കൻഡ് സ്റ്റേജ് എന്തായിരിക്കും? വർക്കബിലിറ്റി, ലോസ് ഓഫ് വർക്കബിലിറ്റി ആയിരിക്കും സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വർക്കബിലിറ്റി ലോസ് ആയിരിക്കും. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹാർഡനിങ് സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, അതാണ് കഴിഞ്ഞിട്ടാണ് ഹാർഡനിങ് സ്റ്റാർട്ട് ആവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓർത്താലും മതി, നമ്മളെ കോൺക്രീറ്റ് വർക്കബിൾ ആകുമ്പോൾ നമ്മൾ ഇപ്പോൾ സെറ്റിംഗ് ടൈം അല്ലെങ്കിൽ ആ ഒരു വർക്കബിലിറ്റി സ്റ്റേജിലാണെങ്കിൽ അല്ലെങ്കിൽ വർക്കിംഗ് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ഇപ്പോൾ കോൺക്രീറ്റ് നമ്മുടെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം അല്ലെങ്കിൽ ഫൈനൽ സെറ്റിംഗ് ടൈം ഇൻ ബിറ്റ്വീൻ സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും സിമെൻറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ടൈം അല്ലെങ്കിൽ ഈ ഒരു ടൈം ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് വർക്കബിൾ ആക്കാൻ പറ്റില്ല. വർക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് വിത്ത് വിച്ച് വി ക്യാൻ വർക്ക് വിത്ത് കോൺക്രീറ്റ് അല്ലെങ്കിൽ മോട്ടർ. ഓക്കെ, അതിനെയാണ് നമ്മൾ വർക്കബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് വർക്കബിൾ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ട്രാൻസ്പോർട്ടേഷൻ അറിയാം, കുറേ സ്റ്റെപ്സ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ, പ്ലേസിങ്, അതെല്ലാം ഇമ്പോർട്ടൻ്റ്. സോ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് വർക്കബിൾ ആക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ സെക്കൻഡ് ആണ് നമ്മുടെ ലോസ് ഓഫ് വർക്കബിലിറ്റി. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സെറ്റായി കഴിഞ്ഞ് സെക്കൻഡ് ലോസ് ഓഫ് വർക്കബിലിറ്റി, തേർഡ് ആണ് നമ്മുടെ ഹാർഡനിങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫോർ എ ഗിവൺ അഗ്രിഗേറ്റ് റേഷ്യോ ഇൻക്രീസിങ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടുവാണെങ്കിൽ എന്താണ് ആവുന്നത്? വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടുവാണെങ്കിൽ
എന്താണ് ആവുന്നത്? ഇൻക്രീസിങ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് കൂടുകയാണ്. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കൂടുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് എന്തായാലും റെഡ്യൂസ് ആകും അല്ലേ? വാട്ടർ കണ്ടൻറ്റ് കൂടുകയാണെങ്കിൽ സ്ട്രെങ്ത് റെഡ്യൂസ് ആകും. അപ്പോൾ എന്തായാലും ഈ ആൻസർ ആവത്തില്ല. പിന്നെ ഡിക്രീസസ് ശ്രിങ്കേജ് എന്നാണ് പറയുന്നത്. ഇതും ആൻസറില്ല. ബിക്കോസ് വാട്ടർ കൂടുന്നതനുസരിച്ചാണ് നമ്മുടെ ശ്രിങ്കേജ് ഉണ്ടാകുന്നത് അല്ലേ? ശ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ശ്രിങ്കേജ് ഉണ്ട്. ഡ്രൈ ശ്രിങ്കേജ്, പ്ലാസ്റ്റിക് ശ്രിങ്കേജ്, അങ്ങനെ കുറേ ടൈപ്സ് ഉണ്ട്. ഓക്കെ, സോ വാട്ടർ കണ്ടൻറ്റ് കൂടുമ്പോഴാണ് നമ്മുടെ ശ്രിങ്കേജും കൂടുന്നത്. ഓക്കെ, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഡസ് നോട്ട് മേക്ക് എനി ചേഞ്ച് ഇൻ ദ എനി പാരാമീറ്റർ. സോ ഇതും തെറ്റാണ്. സോ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ശ്രിങ്കേജ് കൂട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. General ratio of cement sand aggregate in nominal mix M20 grade concrete is 1:2:4 ആണോ, 1:1.5:3 ആണോ, 1:3:6 ആണോ, 1:1:2 ആണോ? അപ്പോൾ ജനറൽ നമ്മൾ കേസ് നോക്കുകയാണെങ്കിൽ M5, M7.5, M10. ഇതിൻ്റെ നമ്മൾ ഓൾറെഡി ആർ സി സിയിൽ നോക്കിയതായിരുന്നു. ഇതിൻ്റെ എന്ന് പറയുമ്പോൾ 1:5:10. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 1 റെഡ്യൂസ് ബൈ 1 ചെയ്യണം, 1:4:8. നെക്സ്റ്റ് റെഡ്യൂസ് ബൈ 1 ചെയ്യണം, 1:3:6. ഓക്കെ, നെക്സ്റ്റ് M15 എന്ന് പറയുന്നത് 1:2:4. ഓക്കെ, M20 എന്ന് പറയുന്നത് 1:1.5:3. ഓക്കെ, M25 എന്ന് പറയുന്നത് 1:1.2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ജനറലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, സോ ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് M20 ഗ്രേഡിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ M20 ഗ്രേഡിൻ്റെ എന്ന് പറയുമ്പോൾ 1:1.5:3 ആണ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ്ലി ഇത് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പാരാമീറ്റർ മാത്രം ഓർത്താൽ മതി, 1, 5, 10. ഓക്കെ, ഇത് മാത്രം ഓർത്താൽ ഇതിനെ റെഡ്യൂസ് ബൈ 1 ചെയ്യണം. അപ്പോൾ 4 കിട്ടും. റെഡ്യൂസ് ബൈ 1, റെഡ്യൂസ് ബൈ 1, റെഡ്യൂസ് ബൈ 0.5, റെഡ്യൂസ് ബൈ 0.5. ഇതെല്ലാം ഇവിടെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാം റെഡ്യൂസ് ബൈ 1 ആണ്. അത് ചെയ്തിട്ട് നമുക്ക് തേർഡ് പാരാമീറ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇൻറ്റു 2 ചെയ്യണം. മൾട്ടിപ്ലൈ ഇൻറ്റു 2 ചെയ്യണം. അങ്ങനെ എല്ലാ പാരാമീറ്ററിനെയും ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് പാരാമീറ്റർ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. പിന്നെ വേണമെങ്കിൽ M20യും കൂടെ ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. ബിക്കോസ് ഇതിലാണ് വേരിയേഷൻ ആവുന്നത്. 1.5 ആണ്. ഓക്കെ, സോ അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? The finest modulus of fine aggregate is, fine aggregate finest modulus തന്നിട്ടുണ്ട് 2.78 and coarse aggregate is 7.82. The desired finest modulus of mixed aggregate is 6.14. What is the amount of fine aggregate to be mixed with one part of coarse aggregate? Okay, what is the amount of fine aggregate? So amount of fine aggregate ne nammal aanu kandupidikendത്. What is the amount of fine aggregate mixed with coarse aggregate? The part of coarse aggregate ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഈ ഒരു ഫോർമുല ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുലയാണ് അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്യാതെ ഇത് തെറ്റാണ്. ഓക്കെ, നമ്മുടെ കൺസെപ്റ്റ് നമ്മൾ റീഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ദ ഫൈനസ്റ്റ് മോഡുലസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്. ഓക്കെ, ഫൈനസ്റ്റ് മോഡുലസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്. ഓക്കെ, സോ ഫൈനസ്റ്റ് മോഡുലസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എക്സ് ഇൻറ്റു ചെയ്യാം. എക്സിന് നമുക്ക് എക്സ്, ഈ ഒരു പാരാമീറ്റർ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഒരു പാരാമീറ്റർ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എക്സ് ഇൻറ്റു ഫൈനസ്റ്റ് മോഡുലസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് പ്ലസ് എന്താണ് 1 ഇൻറ്റു ഫൈനസ്റ്റ് മോഡുലസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്. ഓക്കെ ആണോ? ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 പ്ലസ് എക്സ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ കമ്പൈൻഡ് അല്ലേ, അപ്പോൾ 1 പ്ലസ് എക്സ് വരും. ഓക്കെ, ജനറലി മാത്തമാറ്റിക്സ് ആണ്. 1 പ്ലസ് എക്സ് ഇൻറ്റു ഫൈനസ്റ്റ് മോഡുലസ് ഓഫ് കമ്പൈൻഡ് അഗ്രിഗേറ്റ്. ഇത് കമ്പൈൻഡ് അഗ്രിഗേറ്റ് ആണ്. ഈ ബി എന്ന് എഴുതുവാണ്, കൺഫ്യൂസ് ആകാതിരിക്കും. ഓക്കെ, കമ്പൈൻഡ് അഗ്രിഗേറ്റ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സ് ഇൻറ്റു ഫൈനസ്റ്റ് മോഡുലസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ 2.78 പ്ലസ് 1 ഇൻറ്റു ഫൈനസ്റ്റ് മോഡുലസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ 7.82 ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഇൻറ്റു 6.14. ഓക്കെ, 6.14. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടും എക്സിൻ്റെ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തായിരുന്നു. സോ അതിൻ്റെ എക്സിൻ്റെ ഫൈനൽ വാല്യൂ എന്ന് പറയുമ്പോൾ 50% ആണ്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 50% ആണ് കിട്ടുന്നത്. ഒരിക്കലും നമ്മൾ ഈ ഒരു ഫോർമുല അഡോപ്റ്റ് ചെയ്യരുത്, അത് തെറ്റാണ്. സോ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ.
ഓക്കെ, ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇൻ വാട്ട് കോണ്ടെക്സ്റ്റ് ഈ ദ സ്ലം ടെസ്റ്റ് പെർഫോംഡ്. സ്ലം ടെസ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുന്നത് ഏത് കോൺടെസ്റ്റിലാണ്? സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് കണ്ടുപിടിക്കാനാണോ, വർക്കബിലിറ്റി ഓഫ് ദ കോൺക്രീറ്റ് കണ്ടുപിടിക്കാനാണോ, വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണോ, ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ആണോ? ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. വർക്കബിലിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മൾ സ്ലം ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് compares the dynamic modulus of elasticity of sample of concrete. ഓക്കെ, ഏത് ടെസ്റ്റാണ് നമ്മുടെ ഡൈനാമിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പറയുന്നത്? കംപ്രഷൻ ടെസ്റ്റ് ആണോ, അൾട്രാസോണിക് പൾസ് വെലോസിറ്റി ടെസ്റ്റ് ആണോ, സ്പ്ലിറ്റ് ടെസ്റ്റ് ആണോ, ടെൻസൈൽ ടെസ്റ്റ് ആണോ? ഓക്കെ, നമുക്ക് ഇതും അറിയാം. അൾട്രാസോണിക് പൾസ് വെലോസിറ്റി ടെസ്റ്റ് ആണ് നമ്മുടെ ഡൈനാമിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ പ്ലസ് ക്വാളിറ്റി ഓഫ് സിമെൻറ്റും ക്വാളിറ്റി ഓഫ് സാമ്പിൾ ഓഫ് കോൺക്രീറ്റും നമ്മുടെ പറയും അൾട്രാസോണിക് പൾസ് വെലോസിറ്റി ടെസ്റ്റ്. ഓക്കെ, ക്വാളിറ്റി ആൻഡ് ഡൈനാമിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ചോദിച്ചാലും അൾട്രാസോണിക് പൾസ് വെലോസിറ്റി ടെസ്റ്റ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്യുവർലി കൊഹെസീവ് സോയിൽ വാസ് ടെസ്റ്റഡ് ബൈ അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ്. ഓക്കെ, പ്യുവർലി കൊഹെസീവ് സോയിലിനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് by unconfined compression test. Okay, the mean unconfined compression strength was obtained as 50 kilonewton per square meter. Net ultimate bearing capacity of soil obtained adopting Tersagi's concept will be എത്രയാണ്? നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അഡോപ്റ്റ് ദ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ഫാക്ടർ 5.7 1 kg അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10 ന്യൂട്ടൺ. 1 kgയുടെ വാല്യൂം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഫൈനൽ വാല്യൂ കിട്ടുമ്പോൾ ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് കിലോ ന്യൂട്ടണിൽ കിട്ടും. ഓക്കെ, നമുക്ക് യൂണിറ്റ് കൺവേർഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റീഡ് ചെയ്യാം. പ്യുവർലി കൊഹെസീവ് സോയിൽ ടെസ്റ്റഡ് ബൈ അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ്. ഓക്കെ, ദ മീൻ അൺകൺഫൈൻഡ് കംപ്രഷൻ സ്ട്രെങ്ത് ഒബ്റ്റെയിൻഡ്. സോ മീൻ കംപ്രഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 2Cu ഈസ് ഈക്വൽ ടു 50. ഇത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ സി കൊഹഷൻ എത്ര ആയിരിക്കും? കൊഹഷൻ എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കും അല്ലേ? 25 കിലോമീറ്റർ പെർ സ്ക്വയർ മീറ്റർ. ഓക്കെ, കൊഹഷൻ എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കും. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആദ്യം നമുക്ക് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാം. അതിൻ്റെ ഫോർമുല എത്രയാണ്? അതിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ CNC പ്ലസ് ഗാമ DF into gamma DF into net ultimate CNC plus gamma DF to NQ plus N gamma. സോറി, നമ്മുടെ ഇവിടെ നമ്മുടെ സ്ട്രിപ്പ് ഫൗണ്ടേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും, ബിക്കോസ് ക്വസ്റ്റ്യനിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതിവിടെ എഴുതാം. പ്ലസ് 0.5 P ഗാമ N ഗാമ. ഓക്കെ, ഈ ഒരു ഫോർമുല നമ്മൾ പഠിക്കണം. സ്ക്വയറിൻ്റെയും സ്ട്രിപ്പിൻ്റെയും കുറേ ഫോർമുല 3 ഫോർമുലയുണ്ട്, 4 ഫോർമുലയുണ്ട്. സോ അത് നമ്മൾ പഠിക്കണം. ഓക്കെ, സോ ഇത് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റിയുടെ ഫോർമുല എന്ന് പറയുമ്പോൾ CNC ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്യുവർലി കൊഹെസീവ് സോയിലാണ്. പ്യുവർലി കൊഹെസീവ് സോയിൽ ആകുമ്പോൾ NQ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അതേപോലെ N ഗാമ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു തേർഡ് പാരാമീറ്റർ ക്യാൻസൽ ഔട്ട് ആകും. ഓക്കെ, അപ്പോൾ 2 പാരാമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 പാരാമീറ്റർ നമുക്ക് എഴുതാം. CNC പ്ലസ് ഗാമ DF എന്ന് വരും അൾട്ടിമേറ്റ്. ഓക്കെ, ഇത് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ആണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നെറ്റ് അൾട്ടിമേറ്റ് ആണ് അല്ലേ? നെറ്റ് അൾട്ടിമേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നെറ്റ് അൾട്ടിമേറ്റ് ഫോർമുല എന്താണ്? അൾട്ടിമേറ്റ് മൈനസ് ഗാമ DF അല്ലേ? സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ NQന് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ CNC പ്ലസ് ഗാമ DF മൈനസ് ഗാമ DF. ഓക്കെ, നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ചെയ്തത്. ഈ ഒരു വാല്യൂവിനെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതാണ് ഈ ഒരു പാരാമീറ്റർ. ഈ ഒരു പാരാമീറ്ററാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു 2 കമ്പോണൻറ്റ് ക്യാൻസൽ ഔട്ട് ആകും. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ എത്രയാണ്? CNC എന്ന് വരും അല്ലേ? CNC എന്ന് പറയും. നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചായിരുന്നു. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു?
കോയേഷൻ എന്ന് പറഞ്ഞാൽ 2.5 ആയിരുന്നു. അതേപോലെ NC എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5.7. അപ്പോൾ 5.7 മൾട്ടിപ്ലൈ ചെയ്യണം, ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം എത്രയാണ് ആൻസർ കിട്ടുന്നതെന്ന്. 2.5 ഇൻറ്റു 5.7, ഓക്കെ 14.2 കിട്ടി. ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് 142 കിട്ടും. ഓക്കെ, അപ്പോൾ C ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, C ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ഫോർ ഡ്രിങ്കിങ് വാട്ടർ IS കോഡ് തന്നിട്ടുണ്ട് 10500/2012. വാട്ട് ഈസ് ദ മാക്സിമം ആക്സെപ്റ്റബിൾ ലിമിറ്റ് ഓഫ് ഫ്ലൂറൈഡ്? ഫ്ലൂറൈഡിൻ്റെ മാക്സിമം ആക്സെപ്റ്റബിൾ ലിമിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അതേപോലെ കോസ് ഓഫ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ 1.5 ആണ്. ഓക്കെ, 0.5 ആണ്. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ്? C ആണ് കറക്റ്റ് ഓപ്ഷൻ. C ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ ട്രപ്പസോയിഡൽ ചാനൽ വിത്ത് ബേസ് ഓഫ് 6 meter ആൻഡ് സൈഡ് സ്ലോപ്പ് ഓഫ് 2 horizontal ആൻഡ് 1 vertical conveys water at 17 m³ per second with a depth of 1.5 meter. The flow situated in the channel is, so flow situated in the channel is എന്താണ്, ഏത് ഫ്ലോ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിട്ടിക്കൽ ആണോ, സബ് ക്രിട്ടിക്കൽ ആണോ, സൂപ്പർ ക്രിട്ടിക്കൽ ആണോ, നൺ ഓഫ് ദ എബവ് ആണോ? സോ ഇതിൽ നമ്മൾ ജനറലി നമ്മൾ പറയേണ്ടത് ഫ്രൗഡ്സ് നമ്പർ കണ്ടുപിടിക്കണം. ഫ്രൗഡ്സ് നമ്പറിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ √Q² E/A × G. ഈ ഒരു ഫോർമുല നമുക്ക് കണ്ടുപിടിച്ചാൽ, നമുക്ക് ആൻസർ കണ്ടുപിടിച്ചാൽ നമുക്ക് സബ് ക്രിട്ടിക്കൽ ആണോ സൂപ്പർ ക്രിട്ടിക്കൽ ആണോ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് ട്രപ്പിസോയിഡൽ കൺസിഡർ ചെയ്യണം. ട്രപ്പിസോയിഡൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ സൈഡിൽ വരയ്ക്കാം. സോ ഇങ്ങനെയാണ് വരുന്നത്. സോ ബേസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 6 ആണ് അല്ലേ? അപ്പോൾ പിന്നെ നമ്മുടെ ഹൊറിസോണ്ടൽ ടു വെർട്ടിക്കൽ എത്ര പറഞ്ഞിട്ടുണ്ട്? ഹൊറിസോണ്ടൽ ടു വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ 2 ആണ്, വെർട്ടിക്കൽ 1 ആണ്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ഹൈറ്റ് നമ്മുടെ 1.5 അല്ലേ? ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് 1.5. ഹൈറ്റ് 1.5 മീറ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് 2 ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ 1 വെർട്ടിക്കൽ മൂവ് ചെയ്യുമ്പോൾ 2 യൂണിറ്റ്സ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1.5 വെർട്ടിക്കൽ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ 2 × 1.5 കൂടും. അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ ഒരു കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 ആയിരിക്കും അല്ലേ? 1.5 × 2 അല്ലേ? അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. അതേപോലെ ഈ ഒരു കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ മേളിൽ എത്രയായിരിക്കും? 6 + 9 അല്ല, സോറി 6 + 6 12 അല്ലേ? 6 + 6 7 8 9 10 11 12, ഓക്കെ 12 വരും അല്ലേ? അപ്പോൾ ടോട്ടൽ മേളിൽ 12 വന്നു. അപ്പോൾ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏരിയയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ബേസ് പ്ലസ് x × y. x × ഹൈറ്റ് ആണ്. x × ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ എത്രയാണോ ഇൻറ്റു ഹൈറ്റ് 1.5 × y. ഇതിൻ്റെ ഫോർമുല ഞാൻ ആദ്യം എഴുതാം. ഇവിടെ ബേസ് ആണ് വരുന്നത്. ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് പ്ലസ് ഈ ഒരു നമ്മുടെ വെർട്ടിക്കൽ ഹൊറിസോണ്ടലിൻ്റെ ആ ഒരു കമ്പോണൻറ്റ് റേഷ്യോനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് എക്സ് ആയിട്ട് എഴുതാം. ഓക്കെ, ഇത് നമ്മുടെ എക്സ് ആയിട്ട് എഴുതാം. സോ ഹൈറ്റിനെ ഞാൻ y ആയിട്ട് എഴുതുകയാണ്. ഓക്കെ, സോ x × 1.5 × 1.5 ടോട്ടൽ നമ്മൾ എന്താണ് ആൻസർ കിട്ടുന്നത്? × 1.5. അപ്പം എത്രയാണ്? 6 + 2 × 1.5 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 + 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. 9 × 1.5 9 × 1.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5 എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ 3/2 എന്ന് ചെയ്യണം. ബിക്കോസ് 3/2ഉം 1.5 തന്നെയാണ് അല്ലേ? അപ്പോൾ 27/2 എന്ന് പറയുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലേ? അപ്പോൾ 13.5 വരും അല്ലേ? സോ 13.5 നമ്മുടെ വന്നു. എന്താണ് വന്നത്? ഏരിയ ആണ് വന്നത്. ഓക്കെ, ആ ഒരു ഏരിയനെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞുള്ള വാല്യൂ ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾ വേരിയേഷൻ വരുന്നെങ്കിൽ പറയണം കമൻറ്റ് ചെയ്ത്. ഓക്കെ,
ജിൻ്റെ വാല്യൂ നമുക്ക് 10 ആയിട്ട് എടുക്കാം. ഓക്കെ, അതേപോലെ ഡിസ്ചാർജ് തന്നിട്ടുണ്ട് അല്ലേ. സോ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. എല്ലാ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ 0.3 സംതിങ് ആയിരുന്നു. 0.3 സംതിങ്. സോ നമ്മുടെ ഫ്രൂട്ട്സ് നമ്പർ കിട്ടി. സോ നമ്മൾ നോക്കേണ്ടത് ഇത് വണ്ണിനെക്കാട്ടിലും കുറവാണോ കൂടുതലാണോ എന്നാണ് നോക്കേണ്ടത്. ഇൻ കേസ് ഇത് വണ്ണിനെക്കാട്ടിലും കൂടുതലാണ്, നമ്മൾ ഫ്രൂട്ട്സ് നമ്പർ വണ്ണിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ സൂപ്പർ ക്രിട്ടിക്കൽ എന്ന് പറയും. വണ്ണിനെക്കാട്ടിലും കുറവാണെങ്കിൽ നമ്മുടെ സബ് ക്രിട്ടിക്കൽ എന്ന് പറയും. ഇത് നമ്മുടെ വണ്ണിനെക്കാട്ടിലും കുറവാണ്. ഓക്കെ, വണ്ണിനെക്കാട്ടിലും കുറവാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുമ്പോൾ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആണ് ആൻസർ. സോ ഇതിൻ്റെ ഫോർമുല നമുക്ക് ഓർത്തിരിക്കണം. പിന്നെ കാൽക്കുലേഷൻ ചെയ്യാനാണ് ഇച്ചിരി ടഫ്, ടൈം കൺസ്യൂമിംഗ് ആണ്. പ്ലസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ ലാസ്റ്റിൽ വേണം ചെയ്യാൻ. ഒരിക്കലും നമ്മൾ ഫസ്റ്റിലെടുത്ത് ചെയ്ത് തെറ്റാനുള്ള സാധ്യതയുണ്ട്. പ്ലസ് നമുക്ക് ടെൻഷൻ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് കുറച്ച് അറ്റൻഡ് ചെയ്ത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലായിരിക്കും ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാനുള്ള സാധ്യത കൂടും. അപ്പോൾ ലാസ്റ്റിൽ വേണം ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ആവറേജ് സീപ്പേജ് ഫ്രം സിറ്റി ഈസ്, സോ സിറ്റിയുടെ ആവറേജ് സീപ്പേജ് തന്നിട്ടുണ്ട് 95 × 10⁶ ലിറ്റേഴ്സ് പെർ ഡേ. ആവറേജ് 5 ഡേ BOD, 5 ഡേ BOD തന്നിട്ടുണ്ട് 300 mg/L. ഓക്കെ, the population equivalent of the city, assume 5 day BOD per capita at 20 degrees Celsius is 0.075 kg/day. ഓക്കെ, സോ നമുക്ക് ബേസിക്കലി നമുക്ക് ഇതിൻ്റെ ഫോർമുല എന്താണെന്ന് ജനറലി നമുക്ക് മറന്നു പോയാലും നമ്മൾ ഓർക്കണമെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, പോപ്പുലേഷൻ ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ അറിയണം. ഓക്കെ, ഒരു കമ്പനി ഫുൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന BOD, അതിനെയാണ് നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു ഒരു കമ്പനി നമ്മളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പെർ ഡേ എത്ര BOD പ്രൊഡ്യൂസ് ചെയ്യും, അത് ഒരു ഇൻഡിവിജ്വലിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യും, അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഇക്വലൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ ഒരു പാരാമീറ്ററിനെ നമുക്ക് ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ ടോട്ടൽ നമുക്ക് BOD കണ്ടുപിടിക്കണമെങ്കിൽ 95 × 10⁶ ഇൻറ്റു BOD. ഒരു ആവറേജ് BOD എത്രയാണ് തന്നിട്ടുള്ളത്? 300 mg/L അല്ലേ, 300 mg/L. സോ യൂണിറ്റ് കൺവേർഷൻ ആണ് ഇതിൽ മെയിൻ. നമ്മുടെ എൻവയോൺമെൻറ്റൽ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ യൂണിറ്റ് പ്രോപ്പർലി ശ്രദ്ധിക്കണം. ഓക്കെ, ഇതിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് kg ആണ്. അപ്പോൾ 10⁶ ഓക്കെ, നമ്മളങ്ങനെ യൂണിറ്റാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. 95 × 3 ഡിവൈഡഡ് ബൈ 0.7. ഞാൻ യൂണിറ്റ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. ജനറൽ ഒരു റഫ് വാല്യൂ കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. 380 ആണ് വരുന്നത്. 380 എന്ന് പറയുമ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? സോ ഈ ഒരു ഫോർമുലയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. യൂണിറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, യൂണിറ്റ് ശ്രദ്ധിച്ചാൽ നമുക്ക് ഏകദേശം ആൻസർ കിട്ടും. നമുക്ക് യൂണിറ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മുടെ വേരിയേഷൻ കൂടുതൽ വരത്തില്ല. ഓക്കെ, നമ്മൾ യൂണിറ്റ് ഏകദേശം നമ്മുടെ അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഓപ്ഷനിൽ നമുക്ക് മാച്ച് ആവത്തില്ല, ദൂരെ ആയിരിക്കും വാല്യൂസ് വരുന്നത്. അപ്പോൾ ഈസിലി ആയിട്ട് നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടിയാലും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ B ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ബട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യൂണിറ്റ് എന്തിനാണ് ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, ചിലപ്പോഴൊക്കെ നമ്മുടെ വാല്യൂ ക്ലോസ് ആകുമ്പോൾ, എല്ലാ വാല്യൂം ക്ലോസ് ആകുമ്പോൾ ആൻസർ തെറ്റാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പർലി യൂണിറ്റ് ചെയ്തില്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജിയോ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ടഫായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡെൻസിറ്റി ഓഫ് fully saturated specimen of clay having a water content 40%. So water content 40% ആണ്. അതിൻ്റെ നമ്മുടെ എന്താണ് തന്നിട്ടുള്ളത്? ഫുള്ളി സാച്ചുറേറ്റഡ് സ്പെസിമെൻ. അതിൻ്റെ എത്രയാണ് വാല്യൂ? 1.88 gram/cc. On oven drying the density drop is 1.74 gram/cc. The shrinkage limit of the specimen will be എത്രയാണ്? ഷ്രിങ്കേജ് ലിമിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഷ്രിങ്കേജ് ലിമിറ്റ് എത്രയാണ്? നമ്മുടെ സീപ്പേജ്, നമ്മുടെ സാച്ചുറേറ്റഡ് സ്പെസിമെൻ്റെ തന്നിട്ടുണ്ട്. സാച്ചുറേറ്റഡ് സ്പെസിമെൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോർമുല നമ്മൾ പഠിക്കണം. ഓക്കെ, ഇതിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ G + SC. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സേവാഗ്
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ക്രിക്കറ്റിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലെയർ ആയിരുന്നു. അതേപോലെ എക്സാമിലും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. 1+E ആണ്. ഓക്കെ. സോ സേവാഗിൻ്റെ ഫോർമുല നമ്മൾ അഡോപ്റ്റ് ചെയ്താൽ മതി. സേവാഗിൻ്റെ ഫോർമുല നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ സേവാഗിനെ നമുക്കറിയാം SC=WG അല്ലേ. സോ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ വാല്യൂ അറിയാം. ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.88. ഓക്കെ. നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് അറിയാത്തത്. അപ്പോൾ നമുക്ക് ആ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബാക്കി വാല്യൂ നമുക്ക് എന്താണ് ചെയ്യുന്നത്? നമ്മൾ റിപ്ലേസ് ചെയ്യണം. അപ്പോൾ SCനെ നമ്മൾ WG കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ. SCനെ WG കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതേപോലെ ഈ താഴത്തെ ഇനെ നമ്മൾ എന്ത് ചെയ്യും? WG/S. WG/S. ഓക്കെ. സോ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ എഴുതാം. G + WG/1 + WG/S. എസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ എസിൻ്റെ വാല്യൂ 1 ആണ്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ജീൻ്റെ വാല്യൂ ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചതായിരുന്നു. ഓക്കെ. ജീൻ്റെ വാല്യൂ വന്നത് 2.9 ആയിരുന്നു. സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.9 ആണ് വരുന്നത്. ഓക്കെ. ഇതിന് നമുക്ക് വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാട്ടർ കണ്ടൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതേപോലെ നമ്മുടെ ജീൻ്റെ വാല്യൂ നമുക്കപ്പോൾ കിട്ടും 2.9 ആണ് കിട്ടുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഷ്രിങ്കേജ് ലിമിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഷ്രിങ്കേജ് ലിമിറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്, ഷ്രിങ്കേജ് ലിമിറ്റ് ഞാൻ റബ്ബ് ചെയ്യാതെ ഇവിടെ നോക്കാം. അപ്പോൾ ഷ്രിങ്കേജ് ലിമിറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 1/R - 1/G ആണ്. ഓക്കെ. ഷ്രിങ്കേജ് ലിമിറ്റിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ 1/R - 1/G ആണ്. R എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? On oven drying, density drops to 1.7574. ഓക്കെ. സോ ഓവൻ ഡ്രൈയിങ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഡ്രോപ്പ് ചെയ്യും 1.74. സോ അതാണ് R. അപ്പോൾ 1/1.74 മൈനസ് ജീൻ്റെ വാല്യൂ എന്തായിരുന്നു? 1.29 ആയിരുന്നു. ഓക്കെ. ഇങ്ങനത്തെ വാല്യൂ ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടാണ്. സോ റഫായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ താഴെ എന്താണ്? 1/2 വരും മൈനസ് 1/3 വരും അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 3 മൈനസ് 2/6 LCM എടുത്തു 6. അപ്പോൾ ആൻസർ 1/6 ആണ്. സോ 1/6നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് വരുന്നത്? സോ അപ്രോക്സിമേറ്റ്ലി 0.16 വരും അല്ലേ. 0.16 സംതിങ് വരും. അപ്പോൾ അതിന് നമ്മൾ പെർസെൻറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 16% ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ പി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. പി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. സോ നമ്മൾ കാൽക്കുലേഷൻസ് കുറച്ച് ഇംപ്രൂവൈസ് ചെയ്യണം. എന്നാലേ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മൾ മാത്സിൽ കുറച്ച് പോയിൻ്റ് വാല്യൂലൊക്കെ വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അത് കുറച്ച് പ്രാക്ടീസ് ചെയ്താലേ അത് ഇംപ്രൂവൈസ് ആവത്തുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ an activated sludge tank of 30 meter into long 9 meter and 9 meter wide and has a liquid depth 4 meter. Okay. The influent sewage flow rate is 3.5 mld. Okay. 3.5 mld. The primary effluent has BOD of 130 mg per liter and suspended load of 15 mg per liter. Okay. The MSL of the concentration in aeration tank is 1800 mg per liter. കറസ്പോണ്ടിങ് F/M റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. F/M റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫോർമുല നമ്മൾ പഠിക്കണം. ഓക്കെ. Q0 എന്താണോ ഇൻറ്റു S0 BOD വാല്യൂ ആണ് ഇൻറ്റു അല്ലെങ്കിൽ MSL ഇൻറ്റു വോള്യൂം. ഇതാണ് ഫോർമുല. സോ നമ്മുടെ എത്രയാണ് ഡിസ്ചാർജ്? 3.5 ഇൻറ്റു 10⁶. മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ ആണ്. അപ്പോൾ 10⁶ വരും ഇൻറ്റു BOD 130 10⁻³
യൂണിറ്റ് നമ്മൾ എൻവയോൺമെൻറ്റിൽ മെയിൻലി യൂണിറ്റാണ് ശ്രദ്ധിക്കുക. പിന്നെ എക്സ് എന്ന് പറഞ്ഞാൽ MLSS ആണ്. MLSS എന്ന് പറഞ്ഞാൽ 1800 mg/L ഇൻറ്റു എന്താണ് വി എന്ന് പറഞ്ഞാൽ വോള്യൂമാണ്. വോള്യൂം ഓഫ് ദ ടാങ്ക് എത്രയാണ്? 30 ഇൻറ്റു 9 ഇൻറ്റു 4. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഒരു റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്താലും മതി. ഓക്കെ, 455 ആണ് വരുന്നത് മേളിൽ. 455 ആണ് മേളിൽ വരുന്നത്. 1800 ഇൻറ്റു 30 ഇൻറ്റു 9 ഇൻറ്റു 194400. 455 by 194400. 0.23 വരും. സോ യൂണിറ്റ് കൺവേർഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. സോ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ എ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ്, SPT ടെസ്റ്റിൽ ഫോർ സോയിൽ, ദ SPT നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് പെനിട്രേഷൻ ഡെപ്ത് ഓഫ് ദ സാമ്പിളർ ഇൻ soil for the given number of blows ആണോ, or number of the blows required for 30 cm of penetration of the sampler in the soil ആണോ, or number of blows required for 20 cm penetration of sampler in the soil ആണോ, or none of the above ആണ്. സോ നമ്മൾ SPT ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് 150 mm അല്ലെങ്കിൽ ഫസ്റ്റ് 150 mm നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഫസ്റ്റ് 150 mm നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. പിന്നെ കൺസിഡർ ചെയ്യുന്നത് താഴത്തെ 300 mm ആണ്. അപ്പോൾ ടോട്ടൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 450 mm ആണ്. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് ടോട്ടൽ ഡെപ്ത് ആയിരുന്നു ചോദിച്ചതെങ്കിൽ 450 mm ആണ് മാർക്ക് ചെയ്യേണ്ടത്. അതിൽ നമ്മളിപ്പോൾ ഏതാണ് കൺസിഡർ ചെയ്യാത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ 150 mm കൺസിഡർ ചെയ്തിട്ടില്ല. ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോസ് റിക്വയർഡ് ഫോർ എത്ര പെനിട്രേഷൻ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 300 mm ആണ്. ഓക്കെ, അല്ലെങ്കിൽ 30 cm. അപ്പോൾ നമ്മൾ ആൻസർ ഏതാണ്? നമ്പർ ഓഫ് ബ്ലോസ് റിക്വയർഡ് ഫോർ 30 cm പെനിട്രേഷൻ ഓഫ് സാമ്പിളർ ഇൻ ദ സോയിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ദ മെഷർമെൻറ്റ് ഓഫ് വർക്കബിലിറ്റി ഫോർ ട്രിമി കോൺക്രീറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ബൈ ഡിറ്റർമൈൻഡ്. സോ ട്രിമി കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ട്രിമി കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു മോസ്റ്റ് വർക്കബിൾ കോൺക്രീറ്റ് ആണ് അല്ലേ? അതിൻ്റെ വർക്കബിലിറ്റി ഏറ്റവും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ ഏറ്റവും വർക്കബിലിറ്റി കൂടുതലുള്ള ഇതാണ് ഫ്ലോ ടെസ്റ്റ് ആണോ, കമ്പാക്റ്റിംഗ് ഫാക്ടർ ആണോ, സ്ലം ടെസ്റ്റ് ആണോ, നൺ ഓഫ് എബവ് ആണോ? സോ നമ്മുടെ വർക്കബിലിറ്റി കൂടുന്നത് ഫ്ലോ ടേബിൾ ടെസ്റ്റിലാണ്. ഓക്കെ, സോ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഓഫ് സോയിൽ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിലിൽ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? സോയിൽ ആർ ഡിവൈഡഡ് ഇൻ ടു 3 മേജർ ഡിവിഷൻ: കോഴ്സ് ഗ്രെയിൻ, ഫൈൻ ഗ്രെയിൻ ആൻഡ് ഹൈലി ഓർഗാനിക് സോയിൽ. അതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓർ സോയിൽ ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ മിനറോളജി കമ്പോസിഷൻ, മിനറൽ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓർ soil are classified based on the particle size with or without consistency limit. അതാണ് കൺസിഡർ ചെയ്യുന്നത്. ഓർ soil are classified as A1 to A7 based on stability of soil under vehicular load. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ റൂൾ ഔട്ട് ചെയ്യാം? ഈ ഒരു പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ഹൈവേയുടെ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതല്ല, ഇത് നമ്മുടെ ഹൈവേയുടെ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഹൈവേ ചോദിച്ചാൽ ഇതാണ് മാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു പാരാമീറ്റർ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ ഇതല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ വിത്ത് ഓർ വിത്തൗട്ട് കൺസിസ്റ്റൻസി ലിമിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ സോയിലിൻ്റെ പാരാമീറ്റർ അറിയണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻസി ലിമിറ്റായ ലിക്വിഡ് ലിമിറ്റും കൺസിഡർ ചെയ്യും, അതേപോലെ പ്ലാസ്റ്റിക് ലിമിറ്റും കൺസിഡർ ചെയ്യും അല്ലേ? അപ്പോൾ വിത്ത് ഓർ വിത്തൗട്ട് കൺസിസ്റ്റൻസി ലിമിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ നമ്മുടെ വിത്തൗട്ട് കൺസിസ്റ്റൻസി ലിമിറ്റ് ഒരിക്കലും നമുക്ക് നമ്മുടെ സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അടുത്ത പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ സോയിൽ ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ മിനറോളജി കമ്പോസിഷൻ. മിനറലിൻ്റെ ബേസിലാണോ നമ്മുടെ സോയിൽ ക്ലാസിഫൈഡ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തായാലും അല്ല. ഓക്കെ, സോ അതിൽ തന്നെ റൂൾ ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും.
Soil are divided into 3 major division: coarse grain, fine grain and highly organic soil. Okay, so A ആണ് correct statement. Okay, സോ നമ്മൾ ഇന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നോക്കി. നിങ്ങൾക്ക് എൻ്റെ സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.